ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ നടക്കാൻ പോവാണ്. സ്റ്റുവർട്ട് പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നല്ല കാലാവസ്ഥയാണ്. ഞാനുണ്ട്, ഷൈജു ഉണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങളിപ്പം പോകുന്ന സൈക്കിൾ റൂട്ടിൽ കൂടെയാണ്. ഇതേ കാണുന്ന വഴിയാണ് നടക്കാനുള്ള വഴി. ഇത് സൈക്കിൾ റൂട്ട്. സൈക്കിൾ പാത്തിന് കളർ ചേഞ്ച് ഉണ്ടാവും അല്ലേ? അത് ബ്ലാക്ക് ആയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട് അവിടെ. ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് അല്ലേ കാണുന്നത്? സ്പോർട്സ് വില്ലേജിൻ്റെ ഇവിടെ നമുക്ക് പിള്ളേരൊക്കെ ഓടാൻ പറ്റുന്ന സ്ഥലം. എബിൻ, പോള്, എഡ്വിനൊക്കെ ഓടാൻ പറ്റുന്നത് ഇവിടെയാണ്. കേട്ടോ, സൈക്കിളിൻ്റെ പടം ഉണ്ട് കേട്ടോ. റെഡ് എപ്പോഴും സൈക്കിളും, ബ്ലാക്ക് എപ്പോഴും ഫുട്പാത്ത് ആയിരിക്കും. അപ്പോൾ ഇത് ഫുട്പാത്ത് ബ്ലാക്ക് കളറുള്ള, റെഡ് സൈക്കിൾ പാത്ത്. കേട്ടോ, ഇതാണ് സ്റ്റുവർട്ട് പാർക്കിലേക്ക് കിടക്കുന്ന ഗേറ്റാണിത്. ഒരു എൻട്രൻസ് ആണ്. ഇത് എന്നാ പണിതത്? 1924 1924 പണിതാണ്. വിശാലമായിട്ടുള്ള ഒരു പാർക്കാണ് അല്ലേ? നല്ല രസമുണ്ട്. ഉണ്ടാവും, ഒരു 100-150 ഏക്കർ ഉണ്ടാവും അല്ലേ? അപ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും. കാരണം നമ്മൾ നടന്നാൽ ഇഷ്ടംപോലെ നടക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയിട്ട് അതെ, അങ്ങനെ സ്ക്വയറായിട്ട് കിടക്കുന്നത്. അതിൻ്റെ അവിടെ എന്തോ ഒരു കോളേജൊക്കെ ഉണ്ട്. നല്ല വെയിൽ അല്ലേ? നല്ല വെയിൽ. ഇപ്പം ഈ മരങ്ങളൊക്കെയാണ് പച്ച കളറാവും. ഇപ്പോൾ ഒറ്റ ഇലയില്ല ഇതേ കൂടെ ഒന്നും. പിന്നെ അത് പൂക്കള് ഇപ്പം പൂക്കളാവും ചില സ്ഥലത്ത്. കോളേജിലൊക്കെ ചില സ്ഥലത്തേ അപ്പുറത്ത് ആയുണ്ട്. ചില മരങ്ങൾ പൂക്കൾ മാത്രമാണ് ഇതുകൊണ്ട്. മരമൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവില്ല. ഇതല്ല. ഇത് നല്ല ഒന്നുണ്ട്. ഇത് പൈനാണ്. ഇത് ഓക്കുമരാണ്. ഇത് അതിൻ്റെ നിറം തോല് കാണുമ്പോൾ ഉണ്ടോ? നമ്മുടെ നാട്ടിലെ പുളിയുടെ ഇതിലെത്തില്ല. ഇത് കണ്ടിട്ട് ഈ ഗ്രീക്കുകാരുടെ അമ്പലത്തിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കി വെച്ചത്. പിള്ളേരെന്തോ കളിച്ചിരുന്നു. ഇതെന്തോ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഒന്ന് പോയി നോക്കാൻ തോന്നല്ലേ? ചെടികളൊക്കെ പോയി. ഇനിയിപ്പം വെയിലായതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായി വരുമല്ല. ഇത് നമുക്ക് അത്യാവശ്യമൊക്കെ വന്നിരുന്ന് റെസ്റ്റ് എടുക്കാനുള്ളതാണ്. നടന്ന് ക്ഷീണിച്ചോ? നമുക്ക് ചുമ്മാ ഒരു രസത്തിനിരുന്ന്. ക്യാപ്റ്റൻ കുക്ക് ബർത്ത് പ്ലേസ് മ്യൂസിയം. ക്യാപ്റ്റൻ കുക്ക് ബർത്ത് പ്ലേസ് മ്യൂസിയമാണിത്. ഇത് ഒറ്റ കല്ല, ഒരു കല്ലായത്. ഇത് ഏത് കല്ലിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന. തുരുമ്പൊന്നുമില്ലേ? ഇതെന്തോ നന്നാക്കിയിട്ടുണ്ട് ഇവിടെ. ഇതെന്തോ ചെയ്തിട്ടുണ്ട്. എന്തോ ഒട്ടിച്ചിട്ടുണ്ട് അവർ ഇതിൻ്റെ മുകളിൽ. ക്യാപ്റ്റൻ കുക്കിൻ്റെ ജന്മസ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിനകത്ത് ക്യാപ്റ്റൻ കുക്ക് ജീവിച്ചിരുന്നത് 17 നൂറ്റാണ്ടിനും 18 നൂറ്റാണ്ടിനും ഇടയിലാണ്. അന്നത്തെ കാലത്തെ ചില കാഴ്ചകൾ നമുക്കിവിടെ കാണാം. അദ്ദേഹം പോയ ഷിപ്പിൻ്റെയൊക്കെ ഒരു മാതൃക ഇവിടെ കാണാം. അദ്ദേഹം റോയൽ നേവിയിലെ ഒരു ഓഫീസറായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആദ്യമായിട്ട് എത്തിച്ചേർന്ന യൂറോപ്യനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ പല പ്രത്യേകതകളും അദ്ദേഹത്തിനുണ്ട്.
ഇങ്ങനത്തെ 2-3 പോണ്ടുകളുണ്ട് ഇവിടെ കേട്ടോ. അതിനകത്ത് ഒരു പോണ്ടാണിത്. താറാവുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കാട്ടുകോഴിയുടെ ഒരു ഇതല്ലേ. മുഖമൊക്കെ സുന്ദരനാണല്ലേ. അതൊക്കെ ഒന്ന് നോട്ടെ. ഇതിനകത്തുള്ളൊരു കഫേയാണിത്. പിന്നെ അതിനകത്തൊരു കോളേജുണ്ട് ഇവിടെ. നല്ല സ്റ്റൈലുണ്ടല്ലോ ഈ ബിൽഡിങ്ങാണ്. ഇത് ഈ കോളേജിൻ്റെ ടോയ്ലറ്റുകളാട്ടോ. രണ്ട് 3 പോണികൾ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ലാമകളുണ്ട്. അങ്ങോട്ട് ലാമേനെ കാണാൻ പോകാം. ലാമകൾ നമ്മൾ പുല്ല് തിന്നുവാണ്. ഇതൊക്കെ ഇവിടെ സ്കൂളിലുള്ള ചെറിയ കുട്ടികളെ കാണിക്കാൻ വേണ്ടി വളർത്തുന്നതാണ്. അവർ സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തും. ടീ സ്റ്റൈൽ 1980 ജനിച്ചു, 14 മരിച്ചു. നോ റിഗ്രറ്റ്സ് അല്ല, അത് നേരത്തെ പൂക്കും. അത് പറഞ്ഞേക്കുന്നത് ശരിയാണത്. നോ റിഗ്രറ്റ്സ്. സ്ഥലങ്ങളുണ്ടോ? അവിടെയുണ്ട്, സ്ഥലങ്ങളുണ്ട്. ഒരെണ്ണം ഫിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഈ പുള്ളി 1935 ജനിച്ച് 1919 മരിച്ചു. അതിൻ്റെ തോമസ്, അതിൻ്റെ മെമ്മറി. ഇത് കെന്നി മൂറ് 2015 മരിച്ചു കേട്ടോ. ഇത് ഈ ഫ്ലോറൻസ് ആട്ടോ. ഈ പുള്ളി ആ റെക്കോർഡ് കിട്ടും കേട്ടോ. 95 വയസ്സിൽ കഴിച്ചുള്ള മരിച്ചു പോയി. അപ്പോൾ പുള്ളി നമ്മുടെ ആ മലയൊക്കെ കയറുന്ന ഒരാളായി. നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് 105 വയസ്സിലാണ് പുള്ളി മരിച്ചത്. അപ്പോൾ അതിൻ്റെ മെമ്മറിക്കാണ് ഈ മരം ഇത് വെച്ചിരിക്കുന്നത്. നമുക്കും മെമ്മറിക്ക് ഒരു മരം വെക്കണമെന്ന് തോന്നണ്ട. അല്ല, നമുക്ക് പയ്യനോട് പറഞ്ഞ് 105 വരെ നമ്മൾ എത്തില്ല. അതെയാ? തോന്നുന്നുണ്ടോ? എത്തില്ലേ? 105 ഒന്നും എത്താൻ സാധ്യതയില്ല. 105 എത്തും. പറയാൻ പറ്റില്ല. 105 എത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒരു 25 മുമ്പ് നമ്മൾ പോകും. അത് ശരിയാ. 25 വർഷം റെഡിയാ. അപ്പൊ ഈ ഉണ്ടാക്കിയിടുന്നതും നേടുന്നതും ഒന്നും ആവശ്യമില്ലാതെ വരും. അതെ അതെ. അപ്പൊ ഇതുപോലെ ഒരു മരം വയ്ക്കാൻ പറയാം പയ്യന്മാരോട്. അതാണ് മരം. നമ്മുടെ മെമ്മറിക്കായിട്ടൊരു മരം. മരം ഒരു വരം എന്ന് പറയുന്നോട്ട് മെമ്മറി ട്രീ, മെമ്മോറിയൽ ട്രീ. അതെ, മെമ്മോറിയൽ ട്രീ വെപ്പിക്കാം. ആരെങ്കിലും ഓർക്കാണെങ്കിൽ ഓർക്കട്ടെ. അതെ. ഇത് നമ്മൾ ഇത് മറ്റേ റോഡിലേക്ക് എത്തിയിട്ടോ. നമ്മൾ വന്ന റോഡിലേക്ക് തന്നെ എത്തി. ഏകദേശം നമ്മളൊരു 45 മിനിറ്റ്സ് നടന്നു. വീട്ടിലെത്തുമ്പോൾ 1 മണി ഇതാവും. സീനിയർ സിറ്റിസൺസ് ഇവിടെ ഫ്രീ ആട്ടോ ബസ്. ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേ ലീവ്സ് അല്ലേ? നമ്മൾ കറിയിലൊക്കെ ഇടണ്ട. ഇത് ബേ ലീവ്സ്. ഇത് നല്ല മണമല്ലേ ഇത്? അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലെ കറുകപ്പെട്ട കറിക്കകത്തൊക്കെ ഇടാൻ നല്ല കേട്ടോ സാധനം. ബിരിയാണി, ബിരിയാണിക്കകത്തൊക്കെ ഇടാൻ. ഈ എസ്റ്റേറ്റിലൊക്കെ മലയാളിയുടെ ഫാമിലി ഉണ്ടോ? ഇവിടെ നമ്മുടെ സുഹൃത്ത് ഉണ്ണിച്ചൻ താമസിക്കുന്ന ഇവിടെയല്ലേ? ഈ എസ്റ്റേറ്റിനകത്ത് താമസിക്കുന്നത്. ഇവിടെ ഈ എസ്റ്റേറ്റിലൊക്കെ വിലയൊക്കെ എത്ര വരും വീടുകൾക്ക്? ഇവിടെ 2 ബെഡ്റൂം 260 ഇപ്പോൾ ഇവിടെ ഫോർ സൈഡിൽ ഇട്ടേക്കുന്നത്. ഈ 3 ബെഡ്റൂം ആകുമ്പോൾ 3.25 മുകളിലേക്കാണ്. ഈ മൈക്കിൾ പുള എന്ന് പറഞ്ഞ ഇവിടെ ഒരു വീട് സെയിലിട്ടേക്കുന്നത്. ഇതൊരു വീട് സെയിലിട്ടേക്കുന്നത്. ഇതിവിടെ നമ്മുടെ സ്പോർട്സ് വില്ലേജാണ്. നമ്മളെ മറ്റേ സിന്തറ്റിക് ട്രാക്ക് കണ്ടതിൻ്റെ അതിൻ്റെ ഇങ്ങനെ സൈഡ്. ഇവിടെ നമ്മൾ കളിക്കാനൊക്കെ വരുന്നു. ബാഡ്മിൻ്റൺ കളിക്കാൻ വരുന്നത്. ജിമ്മ്. ജിമ്മുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ വരുമ്പോൾ ജിമ്മിൽ പോകുന്നത് ഇവിടെയാണ്. ജോലി കഴിഞ്ഞും യൂണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള സമയത്ത് ജിമ്മിൽ പോകുന്ന ഇവിടെ ഇത് ജിമ്മുണ്ട് ഇതിനകത്ത്. എവരിവൺ ആക്റ്റീവ്. എവരിവൺ നമ്മൾ കഴിഞ്ഞ വീടിക്കകത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ബാറ്റ് കളിക്കാവുന്ന എവരിവൺ. എവരിവൺ ആ സെയിം കമ്പനി തന്നെയാണ് ഇതെല്ലാം. ഇതിവിടെ റോഡ് അടിച്ചു വരുന്ന വണ്ടി ഉണ്ടോ? അടിച്ചു വരുന്ന വണ്ടിയാണ്. ഇതുണ്ടോ? ഇതോടെ ക്ലീൻ ആക്കി വരും. ഇതുണ്ടോ? ഇവിടെയൊക്കെ ക്ലീൻ ആക്കി പോയേക്കുന്ന.
ഈ റോഡുകളൊക്കെ എത്ര ഭംഗിയായിട്ട് കിടക്കും. അവരൊരു എല്ലാ ദിവസവും തന്നെ ആ വണ്ടിയിൽ ഓടി ഇങ്ങനെ ചെളി ഉണ്ടെങ്കിൽ വെള്ളം അടിച്ച് കഴുകുന്നത്, ചെളി ഇല്ലെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് കഴുകും. ഇതിപ്പോൾ പുതിയ ഉണ്ടാക്കിയ ഒരു റോഡായിരുന്നു. ഇവിടെ ഒരു കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഈ സൈഡ്. അതാ പുതിയ എസ്റ്റേറ്റ് വന്നപ്പോൾ പുതിയ എസ്റ്റേറ്റ് വന്നപ്പോൾ നടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കില്ല. റോഡിൻ്റെ അത്ര തന്നെ വീതിയുണ്ട് കേട്ടോ നടക്കാനുള്ളത്. ഇതെല്ലാം ഫുട്ബോൾ പിച്ചുകളാണ് കേട്ടോ. നമുക്ക് വാടകയ്ക്ക് എടുക്കാന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ബുക്ക് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇത് വാടകയ്ക്ക് എടുക്കാമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ നമുക്ക് കളിക്കാം. ഏതാണ്ട് ഒരു 60 പൗണ്ട് വരുമെന്ന് തോന്നുന്നു ഒരു പെർ അവർ. അങ്ങനെ എന്തോ ആണ്. പക്ഷെ 10 പേരുണ്ടെങ്കിൽ 6 കൊണ്ട് വെച്ചാവുള്ളൂ. അപ്പം സുഖം. ഇതിപ്പോ 11 പീപ്പിൾ കളിക്കുന്നതല്ല, 6 മെയിനായിട്ട് ഇവിടെ എനിക്കൊന്ന് പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചെറിയ പിള്ളേർക്ക് ഇവിടെ കൊണ്ട് കളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് അവിടെ. പിള്ളേര് വൈകുന്നേരം ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം ഇത്. ഇതിപ്പോൾ വേറെ പുതിയ എസ്റ്റേറ്റ് പണിതിരിക്കുന്നതാണ്. അങ്ങോട്ട് പുതിയ വീടുകൾ പണിത് വരികയാണ് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ വേറൊരു ദിവസം നമുക്ക് ഒന്നുകൂടെ നടക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ട് കാണാം. അപ്പം നമുക്ക് 2 പേർക്ക് ഡ്യൂട്ടിയാണ്. അപ്പം അടുത്ത പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.